ശരണ്യ കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം കോഴിക്കോട് മലബാറിൽ മഴയുടെ സാഹചര്യം എന്താണെന്ന്. ശരണ്യ, ഗുഡ് മോർണിംഗ്. നല്ല മഴയുണ്ട് എന്ന് തോന്നുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഏത് അലർട്ടാണ് ഇപ്പോൾ? റെഡ് അലർട്ടാണോ? ഏത് അലർട്ടാണ് ഇപ്പോൾ ജില്ലയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്? യെസ്, റെഡ് അലർട്ട്. മനു, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം റെഡ് അലേർട്ടാണ്. ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ തുടരുകയാണ്. പുലർച്ചെ വരെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരല്പസമയം വരെ ഒരു മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടായി എന്ന് പറയാം. വീണ്ടും മഴ ശക്തമാവുകയാണ്. 40 കിലോമീറ്റർ ശക്തിയിൽ തന്നെ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പാണ് ഇപ്പോൾ അധികൃതരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടിരിക്കുന്നത്. തീരദേശ മേഖലയിലുള്ളവരോടും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. സ്കൂൾ, മദ്രസ, ട്യൂഷൻ സെൻറ്റർ ഇവയൊന്നും പ്രവർത്തിക്കരുതെന്ന് കർശനമായ നിർദ്ദേശം തന്നെ ഇന്നലെ രാത്രി തന്നെ കലക്ടർ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലെ അവധിയായതുകൊണ്ട് തന്നെ പല വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ആളുകൾ കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ ഇന്ന് ഉണ്ടാവരുതെന്ന് എടുത്തു പറയുന്നുണ്ട്. കാരണം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് തീർത്തും ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം അധികൃതരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ മഴ തന്നെയാണ് അവിടെ തുടരുന്നത്. നമുക്കറിയാം, വിലങ്ങാട് എന്ന് പറയുന്നത് വളരെ ജാഗ്രതയോടെ കാണേണ്ട ഒരു ഇടം കൂടിയാണ്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. കാരണം അവിടെയുള്ള പുഴകളെല്ലാം തന്നെ കരകവിഞ്ഞൊഴുകുന്നുണ്ട്. പാലത്തിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. മാഹിയുടെ ഉത്ഭവ കേന്ദ്രമായ പുല്ലൂക്കര എന്ന് പറയുന്ന പുഴ മുതൽ വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ മേഖല വരെയുള്ള പുഴ വളരെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി ആ പുഴയോടത്ത് ചേർന്ന് കിടക്കുന്ന വീടുകളിലുള്ള ആൾക്കാരും മറ്റും കൂടുതൽ ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട്. താമരശ്ശേരി, മുക്കം ഭാഗങ്ങളിലെല്ലാം വരുമ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളക്കെട്ടുകൾ രൂക്ഷമായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ജാഗ്രതയോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. മറ്റ് അത്യാവശ്യ സാഹചര്യങ്ങളല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ള നിർദ്ദേശങ്ങളടക്കം നമുക്ക് ലഭിക്കുന്നുണ്ട്. മനു, ശരി, ഓക്കെ, താങ്ക് യു ശരണ്യ. അപ്പോൾ കോഴിക്കോട്ടെ സമഗ്രമായ വിവരങ്ങളാണ് ശരണ്യ പങ്കുവച്ചത്.